ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്ത നടൻ ജയറാമിന് SITയുടെ ക്ലീൻ ചിറ്റ്. നടൻ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ല, പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകളില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ച് ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചുവെന്നും SIT പറയുന്നു. ജയറാമിനെ പ്രധാന സാക്ഷികളിൽ ഒരാളാക്കും. അതേസമയം ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ജയറാം പ്രതികരിച്ചിട്ടില്ല. സ്വാമിയെ ശരണം അയ്യപ്പ, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. സ്വാമിയെ എന്നെ വിട്ടേക്കൂ, വിവരങ്ങളുമായി ഹാൻസ് ഉണ്ട്. ഹാൻസ്, SIT നീക്കങ്ങൾ നിർണായകങ്ങളായ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുടെ ഒരു മോഡസ് ഓപ്പറാൻഡ് തന്നെ ഈ വിവരങ്ങളൊക്കെ അനുസരിച്ച് SIT പറയുന്ന അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ സന്നിധാനത്തേക്ക് വരുന്ന, ശബരിമലയിലേക്ക് വരുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളുമായി ചേർന്ന് നിൽക്കുന്നു, അവരുമായി സംസാരിക്കുന്നു, അവരുമായി ഫോട്ടോകൾ എടുക്കുന്നു, എന്നിട്ട് അത് അടുത്ത ആളിനെ കാണിക്കുന്നു. അതിനുശേഷം തനിക്ക് ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്, ഇവരൊക്കെ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു പണപ്പിരിവ് നടത്തുക. ഇതായിരുന്നു ഇയാളുടെ മെയിൻ പരിപാടി. അതിന് ഈ ജയറാമും ഈ ഇരയാക്കപ്പെട്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളൊക്കെ അദ്ദേഹം വിശ്വസിച്ച് പോയി എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് SIT എത്തി. അല്ലാതെ സാമ്പത്തിക ഇടപാടോ മറ്റോ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിനില്ല. അങ്ങനെ തന്നെയാണ് SITയുടെ കണ്ടെത്തൽ, അല്ലേ? നിലവിൽ പ്രതികൾ ആരുമായിട്ടും സാമ്പത്തിക ഇടപാട് ജയറാമിന് ഒരു തരത്തിലും ഇല്ല എന്നുള്ള കണ്ടെത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. നടൻ ജയറാമിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പൂജകളടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചത്. അതുകൂടാതെ തന്നെ ഈ പൂജകളിൽ പങ്കെടുത്ത തീയതി SITക്ക് നൽകിയിരുന്നു ജയറാം. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ മൊഴി നൽകിയപ്പോൾ ഈ തീയതികൾ മാറിയിരുന്നു. പക്ഷെ ഈ തീയതികൾ മാറി മൊഴി നൽകിയതിലും ദുരൂഹതയില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ജയറാമിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. കൂടാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ജയറാമിനെ പ്രധാന സാക്ഷികളിൽ ഒരാളാക്കാനും നിലവിൽ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ ചെന്നൈയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ആ ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ തന്നെ ജയറാം കൃത്യമായ മറുപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. പോറ്റിയുമായി പരിചയപ്പെടുന്നത് ശബരിമലയിൽ വെച്ചാണ്. പിന്നീട് വിവിധ സമയങ്ങളിൽ വിവിധ പൂജകളുമായി ബന്ധപ്പെട്ട് പോറ്റി തന്നെ ബന്ധപ്പെട്ടിരുന്നു, നേരിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. കൂടാതെ പോറ്റിയുമായി യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ല എന്നുള്ള കാര്യമാണ് ജയറാം മൊഴി നൽകിയത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയറാമിനെ ഇനി ഒരു ചോദ്യം ചെയ്യൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. സേതു. ഓക്കെ ഹാൻസ്, ശരി, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT നീക്കങ്ങൾ പറയുകയായിരുന്നു ഹാൻസ് ജോൺ.